കഴിഞ്ഞ തവണ വാഗമൺ പോയ സമയത്താണ് എൻ്റെ മനസ്സിലേക്ക് ഇല്ലിക്കൽ കല്ല് എന്ന പേര് കടന്നു വന്നത്. മനസ്സെന്താണോ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഞാൻ വാഗമണ്ണിൽ നിന്ന് നേരെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഇല്ലിക്കല്ലിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ അന്നേരത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ മറന്നുപോയ അല്ലെങ്കിൽ വിട്ടുപോയ ഒരു കാര്യമാണ് അന്ന് പാഞ്ചാലിമേടും വാഗമണ്ണും ഹൈറേഞ്ച് മുഴുവനും എന്നെ കൊണ്ടു നടന്ന നമ്മുടെ വണ്ടിക്ക് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള കയറ്റം ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളത്. ലക്ഷ്യത്തിലേക്ക് എത്താൻ വെറും 5 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ വണ്ടിക്ക് കയറ്റം കയറുവാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു തുടങ്ങി. പിന്നെ നമ്മുടെ സേഫ്റ്റിയും വണ്ടിയുടെ സേഫ്റ്റിയും ഒക്കെ കണക്കിലെടുത്ത് ആ യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. അന്ന് എന്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ഒരു ചോദ്യമായിരുന്നു 9 വർഷത്തിലേറെ പഴക്കമുള്ള നമ്മുടെ ആക്ടിവയ്ക്ക് ഇല്ലിക്കൽക്കലിന്റെ ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഈ യാത്ര ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പലരും ചിന്തിക്കുന്ന പോലെ വെറും 109.19 cc എഞ്ചിനുമായി അതിന്റെ മാക്സിമം കപ്പാസിറ്റിയുമായി 2 ആൾക്കാരെ വഹിച്ചുകൊണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടിക്കും മേലെയുള്ള സ്വർഗത്തിലേക്ക് എത്താനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം. എക്സ്മേ റോഷൻ മാത്യു തോമസ്. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇല്ലിക്കൽ കല്ലിന്റെ സാഹസികത എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും പുതിയ യാത്രാ വ്ലോഗിലേക്ക് സ്വാഗതം. ഇല്ലിക്കൽ കല്ലിന്റെ മുകളിൽ നിന്നുകൊണ്ട് സൺസെറ്റ് ഒക്കെ ആസ്വദിക്കണമെന്ന് ചിന്തിച്ച് ഞങ്ങൾക്ക് റോഡിൽ നിന്നുകൊണ്ട് അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഈ യാത്രയിൽ ഞാനും എൻ്റെ അതേ സ്കൂട്ടറും അന്ന് ഫ്ലോപ്പ് ആയി പോയ ഇല്ലിക്കൽ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതേ ഫ്രണ്ടുമാണ് ഉള്ളത്. ആൾക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പ്രോ ഡ്രൈവർ ആയതുകൊണ്ടും ബാക്കിൽ ഇരുന്നു കൊണ്ട് വഴി തെറ്റിക്കുന്നത് ഞാനാണ്. വഴി കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. വലത്തോട്ട് 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 അല്ല ഇടത്തോട്ട് ഇടത്തോട്ട് ഇടത്തോട്ട്. അങ്ങനെ മലകളും കുന്നുകളും കയറ്റങ്ങളും വളവുകളും താണ്ടി നമ്മൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങി. എന്ത് മനോഹരമായുള്ള കാഴ്ചകളാണ് അവിടേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭൂമി എത്ര മനോഹരമാണെന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പോകുന്ന വഴി തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനാകാതെ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി വഴികാട്ടിയായി കിടക്കുന്ന ഒരു കാർ കാണും. ഒരിക്കൽ കുറെ സ്വപ്നങ്ങളുമായി ഇല്ലിക്കൽ കല്ലിലേക്ക് യാത്ര തിരിച്ച ആ ഒരു കാർ ഇന്ന് ഇല്ലിക്കൽ കല്ലിന്റെ താഴ്വാരങ്ങൾ വിശ്രമിക്കുകയാണ്, അവിടേക്ക് വരുന്നവർക്ക് ഒരു വഴികാട്ടിയായി. അങ്ങനെ കുറെ വളവുകളും കയറ്റങ്ങളും താണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇല്ലിക്കൽ കല്ലിന്റെ ബാക്ക് സൈഡിലെ ആ ഒരു പാറ കാണാം. ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അതൊരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അതുപോലത്തെ വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഇല്ലിക്കൽക്കലിന്റെ ഏറ്റവും ബാക്ക് സൈഡിലെ ടോപ്പിലെത്തി. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇല്ലിക്കൽക്കലിന്റെ ഫ്രണ്ട് സൈഡ് കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ ഇല്ലിക്കൽക്കലിന്റെ ബാക്ക് സൈഡ് കാണാൻ വരുന്നത്. ഏറ്റവും കൂടുതൽ സാഹസം നിറഞ്ഞതും അപകടം നിറഞ്ഞതുമാണ് ഇല്ലിക്കൽക്കലിന്റെ ബാക്ക് സൈഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറയാൻ കാരണം അവിടേക്കുള്ള ട്രക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവനവന്റെ സേഫ്റ്റി അവനവൻ നോക്കണം. നിങ്ങളെ നിയന്ത്രിക്കാനോ സംരക്ഷിക്കാനോ നിരീക്ഷിക്കാനോ അവിടെ ആരുമില്ല. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഹൈക്കിംഗ് ട്രക്കിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും 100% വെർത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇല്ലിക്കൽക്കൽ ബാക്ക് സൈഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ബാക്ക് സൈഡ് വന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. മുകളിൽ ചെറിയ 2 തട്ടുകടകളൊക്കെ കാണാൻ സാധിക്കും. അവിടുന്ന് ഒരു ചായ കുടിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് മുകളിൽ കയറാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ചായ കുടിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ പയ്യെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇന്നെന്തുവരെ നമ്മൾ ഫുള്ള് കയറുന്നില്ല, അതായത് നമ്മൾ ആ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മുകളിലോട്ട് കയറും തോറും വഴികളൊക്കെ പല രീതിയിലും പലയിടത്തോട്ടുമാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ എന്തുമായാലും വഴി തെറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുകളിലോട്ട് കയറിയ ഉടനെ തന്നെ നമുക്ക് കിടിലൻ വ്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയാലുള്ള വ്യൂ എന്തുവാന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിന്ന സമയത്താണ് നിലത്തോട്ട് നോക്കിയപ്പോഴത്തേന് അവിടെ ഒരു പാറയിൽ മാർക്കിങ് കണ്ടത്. ആ ഒരു മാർക്കിങ് നേരത്തെ പോയ ആരും അവിടെ വരച്ച് വെച്ചതാണ്. നമ്മൾ ആ ഒരു മാർക്കിങ് വെച്ചിട്ട് അതിന് നേരെയുള്ള വഴിയിൽ കൂടെയാണ് പോയത്. മുകളിലോട്ടൊക്കെ വഴി കാണിക്കുന്നുണ്ട്, അത് എവിടെ പോകുന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇതാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വഴി. അവിടെ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വന്ന വഴിയും അതുപോലെ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു റോഡ് നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ട്രക്കിംഗ് ഒക്കെ പറയുന്നത് സിമ്പിളായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നല്ല കുത്തനെയുള്ള കയറ്റവും അതുപോലെ തന്നെ മൊത്തം കല്ലുകളാണ്. അപ്പം നമ്മൾ ഈ ഷൂസൊക്കെ ധരിച്ചിട്ട് വേണം ഇങ്ങോട്ട് ട്രക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അല്ലാതെ വള്ളിച്ചെരുപ്പും ക്രോക്സ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എന്തുമായാലും പൊട്ടും തെന്നി വീഴും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.
അതുപോലെ തന്നെ നമ്മൾ നടക്കുന്നതിന് 2 സൈഡിലും നല്ല പച്ച നിറത്തിലുള്ള പുല്ലുകളാണ്. ഈ പുല്ലെന്ന് പറയുന്നത് ദേഹത്ത് കൊണ്ടാൽ ആ ചൊറിയുന്ന ടൈപ്പുള്ള ആ ഒരു പുല്ലാണ്. അപ്പോൾ കൈനീളമുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ ഈ പുല്ലൊക്കെ കരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രം നല്ല പച്ചപ്പിലൊക്കെ നിൽക്കുന്നു. അത് തണുപ്പുള്ള പ്രദേശം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇഷ്ടം പോലെ ചീവീടുകൾ ഇവിടെ ഉണ്ട്. എവിടെ നോക്കിയാലും ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അണച്ചൊരു പരുവമായി. പിന്നെ ഈ മല കയറാൻ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം എന്തുമായാലും കൈ കരുതിക്ക് വേണം. ഞാൻ ഏത് കാട് കയറാൻ പോയാലും ഞാൻ ഈ വെള്ളം മാത്രം എടുക്കത്തില്ല, ബാക്കി എല്ലാ കാര്യവും ഞാൻ ശ്രദ്ധിക്കും. പിന്നെ പലരും പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് കുപ്പി മാത്രമല്ല, പ്ലാസ്റ്റിക് കവറും ലേസിൻ്റെ അങ്ങനെ പല കവറുകളും അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ നമ്മൾ ആദ്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരത്തിൻ്റെ കീഴിലാണ് ഇരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലുള്ള സകല ചീവീട് കൂട്ടന്മാർ ഈ മരത്തിലാണ് താമസിക്കുന്നതാണ്. പിന്നെ പോരാത്തതിന് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇരുന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മുന്നേ പോയ ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ആ വ്യൂ ഒക്കെ ഒന്ന് നോക്കിയാൽ നല്ല കിടിലൻ വ്യൂ അല്ലേ. അങ്ങനെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങി. ഇത്തവണ പിടിച്ചൊക്കെയാണ് കയറുന്നത്. അത് നല്ല കുത്തനെയുള്ള കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ് ഇനിയുള്ളത്. പോകുന്ന വഴിക്ക് നമുക്ക് ഈ മണ്ണിരയൊക്കെ അവിടെ കാണാൻ സാധിക്കും. അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു ഓപ്പൺ ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. ഈ മേഘമൊക്കെ നമ്മുടെ അതേ ആ ഒരു ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. ഈ താഴെ കാണുന്ന മരമാണ് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന മരം. അവിടുന്ന് നമുക്ക് ഇനിയും മുകളിലോട്ട് ഒരുപാട് കയറാനുണ്ട്. നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും. അവിടെ നിൽക്കുന്ന സമയത്ത് നേരത്തെ മുകളിൽ കയറിയിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അവർ നിരങ്ങിയൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എത്രത്തോളം ഉണ്ട് ആ ഒരു സ്ലോപ്പ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകളിലോട്ട് കോടയൊക്കെ വന്ന് നിറയാൻ തുടങ്ങിയത്. അങ്ങനെ നടന്ന് നമ്മൾ വന്നു പെട്ടത് ഒരു ഡെഡ് എൻഡിലാണ്. മുന്നിലോട്ട് ഒരു വഴിയില്ല. മൊത്തം വീർത്ത് കുളിച്ച് കണ്ടോ, ജീൻസ് വരുന്നതാണ്. അത്രയും മുകളിൽ ചെന്നപ്പോഴത്തേന് നമ്മൾ ശരിക്കും ടയർഡായി. നമ്മുടെ കുടിക്കാൻ പോലും വെള്ളമില്ല. അതുകൊണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇനി താഴെ ചെന്നിട്ട് വേണം നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ നിന്നിടത്തുനിന്ന് ടോപ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. നമ്മൾ രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചുള്ളൂ. ആ ഒരു ചായയുടെ ബലത്തിലാണ് ഇവിടെ വരെ എത്തിയത്. ഇനി നമ്മൾ വലിഞ്ഞ് കയറാൻ പോയാൽ നമ്മൾ ശരിക്കും പെടും. ഫയർഫോഴ്സ് പോലും വിളിച്ചാൽ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മരത്തെ ചാരി നിൽക്കുക. അങ്ങനെ അവിടുന്ന് പയ്യെ താഴോട്ട് ഇറങ്ങിയിട്ട് നേരെ പോയത് അവിടുന്ന് തട്ടുകടയിലോട്ടാണ്. അവിടുന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചപ്പോഴാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. എൻ്റെ കുടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഞാൻ ദാഹിച്ച് വലഞ്ഞു നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡാണ്. ഏറ്റവും ഫ്രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ.
നമ്മൾ കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് മുകളിലോട്ട് വന്നത്. അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്നത് നല്ല കുത്തനെയുള്ള ഇറക്കം ഇറങ്ങിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് ആരും ന്യൂട്രലൊന്നും വിട്ടിട്ട് പോകല്ല. അപ്പോൾ ഇല്ലിക്കൽ കല്ല് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഒരു ട്രക്കിംഗ് ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കിടിലമായിരിക്കും. അത് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. നിങ്ങൾ ആ ഏറ്റവും ടോപ്പിലൊന്നും വലിഞ്ഞു കയറുമൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കിടിലൻ എക്സ്പീരിയൻസും കിടിലൻ ഫീലും ഒക്കെ നമുക്ക് കിട്ടും. ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ്. നിങ്ങൾക്ക് ജീപ്പിന് വേണമെങ്കിൽ പോകാം, നടന്ന് വേണമെങ്കിൽ പോകാം. ജീപ്പിനാണെങ്കിൽ നിങ്ങൾ 39 രൂപ കൊടുക്കണം. ടോട്ടൽ ഒരാൾക്ക് 59 രൂപയാണ് ചാർജ് വരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 10 പേരാണ് ഒരു ജീപ്പിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ 10 പേരുണ്ടെങ്കിൽ മാത്രമേ ജീപ്പ് മുകളിലോട്ട് എടുക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ KSRTC ഒക്കെ ആൾക്കാരെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നതൊക്കെ കണ്ടു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്തേക്ക് നമ്മുടെ ജീപ്പേ കയറാൻ വേണ്ടിയിട്ട് ബാക്കി ആൾക്കാരോട് വന്നേ. ഇനി നമ്മൾ ജീപ്പേ കയറിയിട്ട് നേരെ മുകളിലോട്ട് പോകണേ. നിങ്ങൾ ജീപ്പിലാണ് പോകുന്നതെങ്കിൽ കൃത്യം 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിലെത്താം. നമ്മളെ മുകളിൽ ഇറക്കിയിട്ട് ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്തൊന്നുമില്ല. അടുത്ത ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് പോകും. ആ സമയം കൊണ്ട് നമ്മൾ നേരെ മുകളിലോട്ട് നടന്ന് കയറണം. കുറച്ച് വരെ റോഡുണ്ട്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കയറ്റമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് സൈഡ് ട്രക്ക് ചെയ്തില്ല, അതുപോലത്തെ കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ കമ്പിവേലി അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല വഴിയൊന്നുമല്ല അത്രയ്ക്ക്. ഇടയ്ക്ക് ഈ കോൺക്രീറ്റ് പോലെ എന്തൊക്കെയോ ഹൈറ്റിൽ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലെ കൂടെ എങ്ങനെ പ്രായമുള്ള ആൾക്കാരൊക്കെ കയറും എന്നുള്ളത് സംശയം തന്നെയാണ്. അവിടുന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത്, ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു വ്യൂ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദ വൺ ആൻഡ് ഓൺലി ഇല്ലിക്കൽ കല്ല്. ഈ ഇല്ലിക്കൽ കല്ലിന്റെ മുകളിലാണ് നീലക്കൊടുവേലി എന്ന് പറയുന്ന ആ ഒരു പൂവൊക്കെ ഉണ്ടാകുന്നതാണ് ആൾക്കാരൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ട് നടന്നത്.
അവിടുത്തെ കാഴ്ചകളൊക്കെ കുറേ നേരം കണ്ടുകൊണ്ട് നിന്നതിന് ശേഷം നമ്മൾ ഇനി തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും കിടലൻ കാഴ്ചകളൊക്കെ സമ്മാനിച്ച് നമ്മുടെ ഇല്ലിക്കൽ കല്ലിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ശരിക്കും നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ നല്ല വെയിൽ കാരണം നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റി വെച്ചിരിക്കുന്നതിന് നല്ല കോടയും അതുപോലെ തന്നെ നല്ല മഴയൊക്കെയുള്ള സമയത്ത് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും തൽക്കാലത്തേക്കും എല്ലാവർക്കും ബൈ.